കിങ്സ് ലാൻഡിംഗിലെ തെളിഞ്ഞ ആകാശം. പക്ഷേ താഴെ നടക്കുന്നത് ക്രൂരമായ ഒരു വിനോദമാണ്. ജോഫ്രി രാജാവിന്റെ പേരിടീൽ ചടങ്ങ് നെയിം ഡേ ആഘോഷിക്കുകയാണ്. ഒരു മതിലിനു മുകളിൽ നിർമ്മിച്ച ചെറിയ പ്ലാറ്റ്ഫോമിൽ രണ്ടുപേർ തമ്മിൽ യുദ്ധം നടക്കുന്നു. അതൊരു സാധാരണ യുദ്ധമല്ല. ഒരാൾ മരിക്കുന്നതുവരെ അത് തുടരും. അവിടെ നിൽക്കുന്നത് മറ്റാരുമല്ല, ദ ഹൗണ്ടാണ്. എതിരാളിയെ അയാൾ നിഷ്കരുണം അടിച്ചു വീഴ്ത്തുന്നു. അയാളുടെ മുഖം തകർത്ത് മതിലിന് താഴേക്ക് തള്ളിയിടുന്നു. താഴെ വീണ അയാളുടെ ശരീരം ചലിക്കുന്നില്ല. രക്തം തളം കെട്ടുന്നു. ഇതുകണ്ട് ജോഫ്രി രാജാവ് ആവേശത്തോടെ കൈയടിക്കുന്നു. അവൻ സാൻസയോട് ചോദിച്ചു, നിനക്കത് ഇഷ്ടപ്പെട്ടോ? സാൻസ മനസ്സില്ലാമനസ്സോടെ പറഞ്ഞു, നന്നായിരുന്നു രാജാവേ. അവളുടെ മുഖത്ത് ഭയമുണ്ട്, പക്ഷേ അത് പുറത്തു കാണിക്കാൻ അവൾക്ക് അനുവാദമില്ല. താഴെ വീണവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ആ ചോര മായ്ക്കാൻ ഒരു ചെറിയ പയ്യൻ ഓടിവരുന്നു. ഇതാണ് കിങ്സ് ലാൻഡിംഗിലെ പുതിയ നിയമം. കരുണയല്ല, ക്രൂരതയാണ് ഇവിടുത്തെ ഭാഷ. അടുത്തതായി വരുന്നത് സർ ഡോൺടോസ് ആണ്. അയാൾ വരുന്നത് തന്നെ വേച്ചുവേച്ചാണ്. അയാൾ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ്. ഹെൽമെറ്റ് താഴെ വീഴുന്നു. വാൾ പിടിക്കാൻ പോലും കഴിയുന്നില്ല. ജോഫ്രി ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോ? ഡോൺടോസ് പറഞ്ഞു, ഇല്ല രാജാവേ, 2 കപ്പ് വൈൻ മാത്രം. ജോഫ്രിയുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കം. അവൻ പറഞ്ഞു, 2 കപ്പോ? അത് തീരെ കുറഞ്ഞുപോയി. ഇയാൾക്ക് കുടിക്കാൻ ഇനിയും വൈൻ കൊടുക്കൂ. ഡോൺടോസ് വിചാരിക്കുന്നത് രാജാവ് തന്നോട് കരുണ കാണിക്കുകയാണെന്നാണ്. അയാൾ നന്ദി പറയുന്നു. പക്ഷേ ജോഫ്രിയുടെ കൽപ്പന മറ്റൊന്നായിരുന്നു. പടയാളികൾ ഡോൺടോസിനെ ബലമായി പിടിച്ചു നിർത്തുന്നു. ഒരു വലിയ ഫണൽ അയാളുടെ വായിലേക്ക് തിരുകുന്നു. ബീപ്പക്കണക്കിന് വൈൻ അയാളുടെ വായിലേക്ക് ഒഴിക്കുന്നു. അയാൾ ശ്വാസം കിട്ടാതെ പിടയുന്നു. മദ്യം മൂക്കിലൂടെയും വായിലൂടെയും പുറത്തുവരുന്നു. അയാൾ മരിക്കാൻ പോവുകയാണ്. ഇതുകണ്ട് സഹിക്കാൻ കഴിയാതെ സാൻസ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. എല്ലാവരും ഞെട്ടി. ജോഫ്രി തിരിഞ്ഞുനോക്കി. ജോഫ്രി ചോദിച്ചു, ചെയ്യരുതെന്നോ? സാൻസ പെട്ടെന്നൊരു കള്ളം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ജന്മദിനത്തിൽ ഒരാളെ കൊല്ലുന്നത് നിർഭാഗ്യമാണ് എന്നാണ്. ദ ഹൗണ്ട് അതിനെ പിന്തുണച്ചു. അവൾ പറയുന്നത് ശരിയാണ്. ജന്മദിനത്തിൽ വിതയ്ക്കുന്നതേ വർഷം മുഴുവൻ കൊയ്തെടുക്കൂ. ജോഫ്രി അത് സമ്മതിച്ചു. ശരി, നാളെ കൊല്ലാം. അതുവരെ ഇവൻ എന്റെ വിഡ്ഢിയായി ജോലി ചെയ്യട്ടെ. ഡോൺടോസ് ജീവൻ തിരിച്ചുകിട്ടിയ ആശ്വാസത്തിൽ സാൻസയെ നോക്കി നന്ദി പറയുന്നു. സാൻസ സ്റ്റാർക്ക്, ഒരു ചെറിയ പെൺകുട്ടി. സ്വന്തം അച്ഛനെ കൊന്നവന്റെ മുന്നിൽ ജീവൻ ഭയന്ന് അഭിനയിച്ച് ജീവിക്കുകയാണവൾ. പക്ഷേ ആ കൊച്ചു മനസ്സിലിപ്പോഴും കരുണ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത്, പ്രിയപ്പെട്ട അനന്തരവനെ. എല്ലാവരും തിരിഞ്ഞുനോക്കുന്നു. അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നടന്നുവരുന്നു. ടിറിയൻ ലാനിസ്റ്റർ. കൂടെ ബ്രോണും ആ കാട്ടുവാസികളുമുണ്ട്. ജോഫ്രിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ടിറിയൻ കൂസലില്ലാതെ നടന്നുവന്ന് ജോഫ്രിയുടെ മുന്നിൽ നിന്നു. ടിറിയൻ ചോദിച്ചു, യുദ്ധക്കളത്തിൽ നിന്നെ കണ്ടില്ലല്ലോ? ജോഫ്രി മറുപടി പറഞ്ഞു, ഞാനിവിടെ രാജ്യം ഭരിക്കുകയായിരുന്നു. ടിറിയൻ കളിയാക്കി പറഞ്ഞു, എന്തായാലും ഭരണം ഗംഭീരമായിട്ടുണ്ട്. അവൻ മിർസലയെയും ടോമനെയും സ്നേഹത്തോടെ നോക്കുന്നു. സാൻസയെ കണ്ടപ്പോൾ ടിറിയൻ പറഞ്ഞു, നിങ്ങളുടെ നഷ്ടത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ജോഫ്രി ഇടയിൽ കയറി പറഞ്ഞു, അവളുടെ അച്ഛൻ ഒരു ചതിയനായിരുന്നു. ടിറിയൻ പറഞ്ഞു, എങ്കിലും അച്ഛനല്ലേ? സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ട നിനക്ക് ആ വേദന മനസ്സിലാകുമല്ലോ. സാൻസയുടെ മറുപടി യാന്ത്രികമായിരുന്നു, എന്റെ അച്ഛൻ ചതിയനായിരുന്നു. ഞാൻ രാജാവിനോട് കൂറുള്ളവളാണ്. ടിറിയൻ അത് വിശ്വസിച്ചില്ലെങ്കിലും തലയാട്ടി. ടിറിയൻ പോകാൻ തുടങ്ങുമ്പോൾ ജോഫ്രി ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ടിറിയൻ മറുപടി പറയാതെ നടന്നു നീങ്ങുന്നു. കൗൺസിൽ ചേംബറിൽ ചർച്ച നടക്കുകയാണ്. മേസ്റ്റർ പൈസൽ പറയുന്നു, വേനൽക്കാലം അവസാനിച്ചിരിക്കുന്നു. സിറ്റാഡലിൽ നിന്ന് വെള്ളക്കാക്കകൾ വന്നിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ശൈത്യകാലമാണ്. ബേലിഷ് പരിഹസിക്കുന്നു, നമുക്ക് 5 വർഷത്തേക്കുള്ള ഭക്ഷണമുണ്ട്. തണുപ്പ് കൂടിയാൽ കുറച്ച് കർഷകർ മരിക്കും, അത്രതന്നെ. ജാനോസ് ലിൻഡ് പറയുന്നു, നഗരം അഭയാർത്ഥികളെക്കൊണ്ട് നിറയുകയാണ്. സെർസി ക്രൂരമായി കൽപ്പിച്ചു, നഗരവാതിലുകൾ അടയ്ക്കുക. അവർ പുറത്തുകിടന്ന് മരിക്കട്ടെ. അപ്പോഴാണ് ഒരു പാട്ടുപാടിക്കൊണ്ട് ടിറിയൻ അവിടേക്ക് കയറി വരുന്നത്. സെർസി ചോദിച്ചു, നീ എന്താണിവിടെ ചെയ്യുന്നത്? ടിറിയൻ കൂളായി കസേരയിലിരുന്നു. വൈൻ ഒഴിച്ചു കുടിച്ചു. അവൻ പറഞ്ഞു, ഞാനാണ് പുതിയ ഹാൻഡ് ഓഫ് ദ കിങ്. ടിറിയൻ ഒരു കത്ത് നീട്ടി. അച്ഛൻ യുദ്ധത്തിലാണ്. അദ്ദേഹത്തിനു പകരം എന്നെ നിയമിച്ചിരിക്കുന്നു. സെർസി ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ മറ്റെല്ലാവരെയും പുറത്താക്കി. അവൾ ചോദിച്ചു, എങ്ങനെയാണ് നീ അച്ഛനെ പറ്റിച്ചത്? ടിറിയൻ പറഞ്ഞു, ഞാൻ ആരെയും പറ്റിച്ചില്ല. നീ നിന്റെ മകനെ നിയന്ത്രിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നെഡ് സ്റ്റാർക്കിനെ കൊന്നത് മണ്ടത്തരമായിരുന്നു. ഇപ്പോൾ വടക്ക് മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സെർസി പറഞ്ഞു, റോബ് സ്റ്റാർക്ക് വെറുമൊരു കുട്ടിയാണ്. ടിറിയൻ പറഞ്ഞു, ആ കുട്ടി ഇതുവരെ നടന്ന എല്ലാ യുദ്ധങ്ങളും ജയിച്ചു. നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ടിറിയൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നമുക്ക് ആര്യ സ്റ്റാർക്കിനെ വെച്ച് ജെയ്മിയെ തിരിച്ചുവാങ്ങാമായിരുന്നു. പക്ഷേ ആര്യ കയ്യിലില്ലല്ലോ. അവൾ രക്ഷപ്പെട്ടില്ലേ? സെർസി ഞെട്ടിപ്പോയി. ഇവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന ഭാവം. ടിറിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കിത് ശീലമില്ലാത്ത കാര്യമായിരിക്കും, നിരാശപ്പെടുത്തുന്ന കുട്ടിയാകുക എന്നത്.
സിംഹത്തിന്റെ ഗുഹയിലേക്ക് മറ്റൊരു സിംഹം വന്നിരിക്കുന്നു. ബുദ്ധിശക്തിയിൽ സെർസിയേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ടിറിയൻ. കിങ്സ് ലാൻഡിങ്ങിലെ കളികൾ ഇനി മാറാൻ പോവുകയാണ്. വിന്റർഫെല്ലിലെ ദർബാർ. ബ്രാൻ സ്റ്റാർക്ക്, ആ ചെറിയ കുട്ടി, ഇപ്പോൾ വിന്റർഫെല്ലിലെ പ്രഭുവായി ഇരിക്കുകയാണ്. കൂടെ മൈസ്റ്റർ ലൂവിനുമുണ്ട്. ഗ്രാമവാസികൾ പരാതികളുമായി വരുന്നു. യുദ്ധത്തിന് പോയവർ തിരിച്ചു വന്നിട്ടില്ല. കോട്ടകൾ നന്നാക്കാനാളില്ല. ബ്രാൻ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ വലിയൊരു ഭാരമുണ്ട്. തന്റെ ചേട്ടൻ യുദ്ധത്തിലാണ്. കാടിനുള്ളിൽ ബ്രാൻഡ് ചെന്നായ സമർ ഓടുകയാണ്. ആകാശത്തൊരു കാഴ്ചയുണ്ട്. ഒരു ചുവന്ന വാൽനക്ഷത്രം, റെഡ് കോമറ്റ്. രക്തത്തിന്റെ നിറമുള്ള ഒരു വര ആകാശത്ത് കീറിമുറിച്ചു പോകുന്നു. ബ്രാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നു. പിന്നീട് ഹോഡോറിന്റെ മുതുകിലേറി ബ്രാൻ കാട്ടിലൂടെ പോകുന്നു. ഒപ്പം ഓഷായുമുണ്ട്. ബ്രാൻ ചോദിച്ചു, ആ വാൽനക്ഷത്രം കണ്ടോ? അത് റോബ് സ്റ്റാർക്കിന്റെ വിജയമാണെന്ന് ചിലർ പറയുന്നു. ലാനിസ്റ്ററുകളുടെ വിജയമാണെന്ന് മറ്റു ചിലർ. ഓഷ പറഞ്ഞു, മനുഷ്യർക്കു വേണ്ടി നക്ഷത്രങ്ങൾ വീഴാറില്ല കുട്ടി. ആ ചുവന്ന വാൽനക്ഷത്രത്തിന് ഒരേയൊരു അർത്ഥമേയുള്ളൂ, ഡ്രാഗണുകൾ. ബ്രാൻ പറഞ്ഞു, ഡ്രാഗണുകൾ മരിച്ചിട്ട് നൂറ്റാണ്ടുകളായി. ഓഷ ഒന്നും മിണ്ടിയില്ല. ബ്രാൻ കുളത്തിലെ വെള്ളത്തിൽ തന്റെ പ്രതിബിംബം നോക്കുന്നു. ആകാശത്ത് ആ ചുവന്ന നക്ഷത്രം ജ്വലിച്ചു നിൽക്കുന്നു. ലോകത്തിന്റെ ഏതോ കോണിൽ പഴയ ഐതിഹ്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണെന്ന് ആകാശവും ഭൂമിയും വിളിച്ചു പറയുന്നു. കഥ കടലിനക്കരെ മരുഭൂമിയിലേക്ക് മാറുന്നു. ഡെനേറിസ് ടാർഗാരിയൻ നടന്നു നീങ്ങുകയാണ്. ഇപ്പോൾ അവൾക്ക് വലിയൊരു സൈന്യമില്ല. കുറച്ച് സ്ത്രീകളും വയസ്സായവരും അവശേഷിച്ച ദോത്രാക്കികളും മാത്രം. ഏറ്റവും പ്രധാനം അവളുടെ തോളിലിരിക്കുന്ന ആ കുഞ്ഞു ഡ്രാഗൺ. പക്ഷേ ഡ്രാഗൺ ഒന്നും കഴിക്കുന്നില്ല. ഡോറിയ ചോദിച്ചു, അവർക്ക് എന്താണ് ഭക്ഷണം കൊടുക്കേണ്ടത്? ഡാനി നിസ്സഹായതയോടെ പറഞ്ഞു, എനിക്കറിയില്ല. അവർ റെഡ് വേസ്റ്റ് എന്ന മരുഭൂമിയിലൂടെ നടക്കുകയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല. കുതിരകൾ ചത്തുവീഴുന്നു. ഡ്രോഗോ കൊടുത്ത കുതിര ചത്തുകിടക്കുന്നത് കണ്ട് ഡാനി സങ്കടത്തോടെ നിൽക്കുന്നു. ജോറ മോർമണ്ട് പറഞ്ഞു, നമ്മൾ മുന്നോട്ടു പോയേ തീരൂ. നിന്നാൽ മരണമുറപ്പാണ്. ഡാനി പറഞ്ഞു, എന്റെ ഡ്രാഗണുകളെ ആരും എടുക്കില്ല. ജോറ പറഞ്ഞു, അവർക്ക് ശക്തിയില്ല ഖലീസി. നിങ്ങളാണ് അവരുടെ ശക്തി. ഡാനി തന്റെ അവശേഷിച്ച 3 ബ്ലഡ് റൈഡേഴ്സിനെ വിളിക്കുന്നു. റഖാരോ, അഗോ, കുവറോ. അവൾ പറഞ്ഞു, നിങ്ങൾ 3 പേരും 3 ദിശകളിലേക്ക് പോകണം. നഗരങ്ങളോ വെള്ളമോ ജനങ്ങളെയോ കണ്ടുപിടിക്കണം. നിങ്ങളാണ് എന്റെ അവസാനത്തെ പ്രതീക്ഷ. റഖാരോ പറഞ്ഞു, ഞാൻ നിങ്ങളെ തോൽപ്പിക്കില്ല, എന്റെ ചോരയായ ചോരയെ. അവർ കുതിരപ്പുറത്ത് പാഞ്ഞുപോകുന്നു. ഡാനി ആ ചുവന്ന നക്ഷത്രത്തെ നോക്കി നിൽക്കുന്നു. കഥ മഞ്ഞുമൂടിയ വടക്കോട്ട്, മതിലിനപ്പുറത്തേക്ക്. നൈറ്റ്സ് വാച്ച് സംഘം യാത്ര തുടരുകയാണ്. അവർ ക്രാസ്റ്റേഴ്സ് കീപ്പ് എന്ന സ്ഥലത്തെത്തുന്നു. കാടിനുള്ളിൽ ഒരു വലിയ വീട്. അവിടെ ക്രാസ്റ്റർ എന്നൊരാൾ താമസിക്കുന്നു. അവിടെ നിറയെ പെണ്ണുങ്ങളാണ്. എഡ് സാമിനോട് പറയുന്നു, അതൊക്കെ അവന്റെ മക്കളാണ്. അവൻ സ്വന്തം മക്കളെത്തന്നെ വിവാഹം കഴിക്കുന്നു. വീണ്ടും മക്കളുണ്ടാകുന്നു. സാം അറപ്പോടെ ചോദിച്ചു, അപ്പോൾ ആൺകുട്ടികളെവിടെ? അവന് ആൺമക്കളുണ്ടാകാറില്ലേ? ആർക്കും ഉത്തരമില്ല. അകത്ത് ക്രാസ്റ്റർ ജിയോർ മോർമണ്ടുമായി സംസാരിക്കുന്നു. ക്രാസ്റ്റർ ഒരു വല്ലാത്ത മനുഷ്യനാണ്. സ്വന്തം മകളെ മടിയിലിരുത്തി അയാൾ സംസാരിക്കുന്നു. അയാൾ പറഞ്ഞു, എല്ലാ കാട്ടുവാസികളും മാൻസ് റൈഡറിന്റെ കൂടെ ചേരാൻ പോയിരിക്കുകയാണ്. അവൻ വലിയൊരു സൈന്യത്തെ ഉണ്ടാക്കുന്നുണ്ട്. അവൻ തെക്കോട്ട് വരും. ജോൺസ്നോ അവിടെയുള്ള പെൺകുട്ടികളെ നോക്കുന്നു. ക്രാസ്റ്റർ അത് കണ്ടു. അയാൾ ഭീഷണിപ്പെടുത്തി, എന്റെ പെണ്ണുങ്ങളെ നോക്കിയാൽ ഞാൻ നിന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കും. പുറത്തിറങ്ങിയ ശേഷം മോർമണ്ട് ജോണിനെ ശാസിക്കുന്നു. മോർമണ്ട് പറഞ്ഞു, നീ ആരാണ്? ജോൺ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റുവാർഡ്. മോർമണ്ട്, നിനക്ക് നയിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ആദ്യമനുസരിക്കാൻ പഠിക്ക്. കഥ ഡ്രാഗൺസ്റ്റോണിലേക്ക് മാറുന്നു. കടൽക്കരയിൽ വലിയ തീജ്വാലകൾ ഉയരുന്നു. അവിടെ 7 ദൈവങ്ങളുടെ രൂപങ്ങൾ കത്തിക്കുകയാണ്. മെലിസാൻഡ്രെ എന്ന ചുവന്ന മന്ത്രവാദിനി അവിടെയുണ്ട്. അവൾ വിളിച്ചു പറയുന്നു, രാത്രി ഇരുണ്ടതാണ്, ഭീകരതകൾ നിറഞ്ഞതാണ്. ഫോർ ദ നൈറ്റ് ഇസ് ഡാർക്ക് ആൻഡ് ഫുൾ ഓഫ് ടെറേഴ്സ്. സ്റ്റാനിസ് ബെറാത്തിയൻ അവിടെ നിൽക്കുന്നു. അദ്ദേഹം പഴയ ദൈവങ്ങളെ ഉപേക്ഷിച്ച് ലോർഡ് ഓഫ് ലൈറ്റ് എന്ന പുതിയ ദൈവത്തെ സ്വീകരിക്കുകയാണ്. മേസ്റ്റർ ക്രെസൻ ഇതിനെ എതിർക്കുന്നു. പക്ഷേ ആരും കേൾക്കുന്നില്ല. മെലിസാൻഡ്രെ പറയുന്നു, സ്റ്റാനിസ്, നിങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ട പോരാളി. സ്റ്റാനിസ് തീയിൽ നിന്ന് ഒരു വാൾ വലിച്ചെടുക്കുന്നു, ലൈറ്റ് ബ്രിംഗർ എന്ന വാൾ. പിന്നീട് കൊട്ടാരത്തിൽ വെച്ച് സ്റ്റാനിസ് ഒരു കത്ത് തയ്യാറാക്കുന്നു. നെഡ് സ്റ്റാർക്ക് കണ്ടുപിടിച്ച സത്യം സ്റ്റാനിസ് ലോകം മുഴുവൻ അറിയിക്കാൻ പോകുന്നു. ജോഫ്രി റോബർട്ടിന്റെ മകനല്ല, ജെയ്മി ലാനിസ്റ്ററുടെ മകനാണ്. ഞാനാണ് യഥാർത്ഥ അവകാശി. ഡാവോ സീവർത്ത് പറയുന്നു, നമുക്ക് റെൻലിയുമായോ റോബ് സ്റ്റാർക്കുമായോ സഖ്യം ചേരാം. സ്റ്റാനിസ് അത് സമ്മതിക്കുന്നില്ല. അവരൊക്കെ കള്ളന്മാരാണ്, എന്റെ രാജ്യം മോഷ്ടിച്ചവർ. മേസ്റ്റർ ക്രെസൻ മെലിസാൻഡ്രയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അയാൾ വിഷം കലർത്തിയ വൈൻ എടുത്ത് മെലിസാൻഡ്രയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാൾ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. അയാൾ ആദ്യം കുടിച്ചു, പിന്നെ അവൾക്കു കൊടുത്തു. മെലിസാൻഡ്രെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾക്കെല്ലാം മനസ്സിലായി. എന്നിട്ടും അവൾ ആ വൈൻ മുഴുവൻ കുടിച്ചു.
അടുത്ത നിമിഷം ക്രെസൻ മൂക്കിൽ നിന്ന് ചോരയൊലിച്ചു മരിച്ചു വീഴുന്നു. പക്ഷെ മെലിസാൻഡ്രെ, അവൾക്കൊന്നും സംഭവിച്ചില്ല. അവൾ പുച്ഛത്തോടെ പറഞ്ഞു, രാത്രി ഇരുണ്ടതാണ്, പക്ഷേ തീ അതിനെയെല്ലാം കത്തിച്ചുകളയും. വിഷത്തിനു പോലും കൊല്ലാൻ കഴിയാത്തവൾ. സ്റ്റാനിസ് ബെറാത്തിയോണിന്റെ കൂടെയുള്ളത് സാധാരണക്കാരിയല്ല. വെസ്റ്ററോസിൽ പുതിയൊരു ശക്തി ഉദയം ചെയ്തിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന ഒരു ശക്തി. ജെയ്മെ ലാനിസ്റ്റർ ഒരു കൂട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. റോബ് സ്റ്റാർക്ക് അവിടേക്ക് വരുന്നു. ജെയ്മി പരിഹസിച്ചു. രാജാവ് എഴുന്നള്ളിയല്ലോ, എന്തിനാണ് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? എന്നെ പേടിയാണോ? റോബ് ശാന്തനായി പറഞ്ഞു, നിന്നെ എനിക്ക് വിശ്വാസമില്ല, പക്ഷേ നിന്റെ അച്ഛനെ എനിക്ക് മനസ്സിലായി വരുന്നു. ജെയ്മി പറഞ്ഞു, 3 യുദ്ധം ജയിച്ചതുകൊണ്ട് നീ വിജയിയാകില്ല. റോബ് പറഞ്ഞു, തോൽവിയേക്കാൾ നല്ലതാണല്ലോ. പെട്ടെന്ന് ജെയ്മി ഭയന്ന് പിന്നോട്ടു മാറുന്നു. കൂട്ടിന്റെ പിന്നിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് ഗ്രേ വിൻഡ് എന്ന ഭീമാകാരനായ ചെന്നായ മെല്ലെ കടന്നുവരുന്നു. അതിന്റെ കണ്ണുകൾ തീ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അത് ജെയ്മിയുടെ മുഖത്തിന് തൊട്ടടുത്ത് വന്നുനിന്നു. ഒന്ന് കടിച്ചാൽ തല വേർപെട്ടുപോകും. ലാനിസ്റ്റർ സിംഹത്തെ വിറപ്പിക്കാൻ വടക്കിന്റെ ചെന്നായ്ക്ക് ഒരു നോട്ടം മതിയായിരുന്നു. റോബ് പറഞ്ഞു, ജോഫ്രി യഥാർത്ഥ രാജാവല്ലെന്ന് സ്റ്റാനിസ് കത്തയച്ചിട്ടുണ്ട്. നീയും സഹോദരിയും ചെയ്തത് ലോകം അറിഞ്ഞുവരുന്നു. ജെയ്മി ഒന്നും മിണ്ടിയില്ല. റോബ് ആ കൂട്ടിനുള്ളിൽ നിന്ന് തലയുയർത്തി വിജയിയെപ്പോലെ ഇറങ്ങിപ്പോയി. കിങ്സ് ലാൻഡിംഗിൽ ടിറിയൻ തന്റെ കാമുകിയായ ഷേയെ രഹസ്യമായി കൊട്ടാരത്തിലെത്തിച്ചു. അവൾക്ക് ഈ നഗരം ഇഷ്ടപ്പെട്ടു. ഇവിടെ മരണത്തിന്റെ മണമാണ് എന്നു പറഞ്ഞിട്ടും അവൾക്കത് ഇഷ്ടമായി. പക്ഷേ ടിറിയൻ മുന്നറിയിപ്പ് നൽകി, ഇവിടെ ആരെയും വിശ്വസിക്കരുത്. അതേസമയം സെർസിയും ലിറ്റിൽ ഫിംഗറും തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നു. ആര്യയെ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച. സംസാരത്തിനിടയിൽ ലിറ്റിൽ ഫിംഗർ ഒരു അബദ്ധം കാണിച്ചു. സെർസിയും ജെയ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അയാൾ പരോക്ഷമായി സൂചിപ്പിച്ചു. അറിവാണ് ശക്തി, നോളജ് ഈസ് പവർ എന്ന് അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു. സെർസി പെട്ടെന്ന് നിന്നു. അവൾ ഗാർഡുകളോട് പറഞ്ഞു, ഇവനെ പിടിക്കൂ, തൊണ്ടയറുക്കൂ. ഗാർഡുകൾ കത്തിവെച്ചു. ലിറ്റിൽ ഫിംഗർ മരണത്തെ മുന്നിൽ കണ്ടു. അവസാന നിമിഷം സെർസി പറഞ്ഞു, നിൽക്കൂ. വേണ്ട, വിട്ടേക്ക്. അവൾ ലിറ്റിൽ ഫിംഗറുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൾ പറഞ്ഞു, അധികാരമാണ് ശക്തി, പവർ ഇസ് പവർ. വെറും വാക്കുകൾ കൊണ്ടോ രഹസ്യങ്ങൾ കൊണ്ടോ രാജാക്കന്മാരെ വെല്ലുവിളിക്കാമെന്ന് ലിറ്റിൽ ഫിംഗർ കരുതി. പക്ഷെ ഒരു നിമിഷം കൊണ്ട് സെർസി അവനെ ഓർമ്മിപ്പിച്ചു, വാളിന്റെയും അധികാരത്തിന്റെയും മുന്നിൽ ബുദ്ധി പോലും മുട്ടുകുത്തുമെന്ന്. ലിറ്റിൽ ഫിംഗറുടെ മുഖത്ത് കണ്ട ആ ഭയം, അത് അയാളുടെ പരാജയമായിരുന്നില്ല, അതൊരു പാഠമായിരുന്നു. റോബ് സ്റ്റാർക്ക് തന്റെ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു ലാനിസ്റ്റർ കസിനെ ദൂതനായി അയക്കുന്നു. എന്റെ സഹോദരിമാരെ വിട്ടുതരിക, അച്ഛന്റെ അസ്ഥികൾ വിട്ടുതരിക, വടക്ക് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുക. ഇതൊക്കെ ലാനിസ്റ്ററുകൾ സമ്മതിക്കില്ലെന്ന് റോബിനുമറിയാം. തിയോൺ ഗ്രേജോയ് ഒരു ഉപായം പറയുന്നു. നമുക്ക് കപ്പലുകൾ വേണം. എന്റെ അച്ഛൻ ബാലോൺ ഗ്രേജോയുടെ കയ്യിൽ കപ്പലുകളുണ്ട്. ഞാൻ പോയി സംസാരിക്കാം. റോബ് അത് സമ്മതിക്കുന്നു. അമ്മ കാറ്റ്ലിൻ സ്റ്റാർക്ക് ഇതെതിർക്കുന്നു. ഗ്രേജോയികളെ വിശ്വസിക്കരുത്. പക്ഷെ റോബിന് വേറെ വഴിയില്ല. റോബ് അമ്മയോട് പറഞ്ഞു, നിങ്ങൾ റെൻലി ബരാത്തിയോണിന്റെ അടുത്തേക്ക് പോകണം. 1,00,000 സൈനികർ അവനുണ്ട്. അവനെ നമ്മുടെ കൂടെ കൂട്ടണം. കുടുംബം വീണ്ടും ചിതറുകയാണ്. റോബ് അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കുന്നു. നമ്മൾ വൈകാതെ ഒന്നിക്കും. ആ വാക്ക്, അതൊരു വലിയ വാഗ്ദാനമായിരുന്നു. സിംഹാസനമുറിയിൽ ജോഫ്രി അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ്. സെർസി അങ്ങോട്ട് വരുന്നു. ജോഫ്രി ആര്യയെ കിട്ടാത്തതിൽ ദേഷ്യത്തിലാണ്. സംസാരത്തിനിടയിൽ ജോഫ്രി ആ സത്യം ചോദിച്ചു, അച്ഛന് വേറെ മക്കളുണ്ടായിരുന്നോ? അതോ നിന്നെ മടുത്തപ്പോൾ വേറെ സ്ത്രീകളിൽ ഉണ്ടായതാണോ? അതായത് റോബർട്ടിന്റെ യഥാർത്ഥ മക്കളെക്കുറിച്ചാണ് അവൻ ചോദിക്കുന്നത്. ദേഷ്യം സഹിക്കാനാവാതെ സെർസി അവന്റെ മുഖത്തടിച്ചു. ഒരു നിമിഷം അവിടെ നിശബ്ദമായി. ജോഫ്രി അമ്മയെ രൂക്ഷമായി നോക്കി. അവൻ പറഞ്ഞു, നീ ചെയ്തത് വധശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഇനി ഇത് ആവർത്തിക്കരുത്. സ്വന്തം മകൻ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. സെർസി ഭയന്നുപോയി. അവൻ കൈവിട്ടുപോയിരിക്കുന്നു. ഇനി നടക്കാൻ പോകുന്നത് വെസ്റ്ററോസ് കണ്ട ഏറ്റവും ക്രൂരമായ കാഴ്ചയാണ്. ജോഫ്രിക്ക് തന്റെ കിരീടത്തിന് ഭീഷണിയായ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല. റോബർട്ട് രാജാവിന് വേറെ സ്ത്രീകളിലുണ്ടായ എല്ലാ മക്കളെയും കൊല്ലാൻ ജാനോസ് ലിൻഡും ഗോൾഡ് ക്ലോക്സും ഇറങ്ങുന്നു. അതൊരു വേട്ടയായിരുന്നു. ഒരു വേശ്യാലയത്തിൽ ഒരമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചുവാങ്ങുന്നു. ആ അമ്മ നിലവിളിക്കുന്നു, എന്റെ കുഞ്ഞിനെ കൊല്ലല്ലേ. പക്ഷേ ജാനോസ് ലിൻഡിന്റെ കയ്യിലെ കത്തി ആ കുഞ്ഞിന്റെ കഴുത്തിൽ വീഴുന്നു. തെരുവുകളിൽ, വീടുകളിൽ, എവിടെയൊക്കെ റോബർട്ടിന്റെ ചോരയുണ്ടോ അവിടെയൊക്കെ മരണം. ഇരുമ്പു പണിശാലയിൽ ജോലി ചെയ്യുന്ന ജെൻട്രിയെ അന്വേഷിച്ച് അവർ വരുന്നു. പക്ഷേ ജെൻട്രി അപ്പോഴേക്കും നൈറ്റ്സ് വാച്ചിന്റെ കൂടെ യാത്ര തിരിച്ചിരുന്നു. ഇതേസമയം യൊറൻ നയിക്കുന്ന ആ വണ്ടിയിൽ ആര്യയിരിക്കുന്നു. അവളുടെ തൊട്ടടുത്ത് ജെൻട്രിയുമുണ്ട്. പിറകിൽ കത്തിയെരിയുന്ന നഗരവും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളിയും ബാക്കിയാക്കി അവർ വടക്കോട്ടു പോകുന്നു. ഒരു രാജാവ് മരിച്ചു. 5 രാജാക്കന്മാർ ഉദയം ചെയ്തു. അധികാരത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെപ്പോലും കുരുതി കൊടുക്കുന്ന കാലം. ഇത് യുദ്ധമല്ല, ഇതൊരു ഭ്രാന്താണ്. ഗെയിം ഓഫ് ത്രോൺ സീസൺ 2 ഇവിടെ തുടങ്ങുന്നു.
ഇനി കാണാൻ പോകുന്നത് ചോരയുടെയും ചതിയുടെയും പ്രതികാരത്തിന്റെയും കഥയാണ്. എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.